ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എന്ത് ചെയ്യാണ് എല്ലാവരും? ഫ്രീ ആണെങ്കിൽ നമുക്കെന്നാ 29ാമത്തെ പാട്ട് കേട്ടാലോ? പ്ലീസ് 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 മഹാദേവ, ഒരേ ഒരു വട്ടം നോക്കണേ, അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണൻ കാറ് സ്റ്റാർട്ട് ചെയ്തു. മുന്നോട്ടെടുത്തതും ശിവ അവളെ നോക്കിയതും ഒരുമിച്ചായിരുന്നു. അവൻ അവളെ നോക്കിയെന്നു മാത്രമല്ല, ഒന്ന് പുഞ്ചിരിക്കുകയും കൂടെ ചെയ്തു. അത് കണ്ട് അവളുടെ മനസ്സും സന്തോഷം കണ്ട് തുള്ളിച്ചാടി. തിരിച്ച് ഒരു പുഞ്ചിരി കൊടുക്കുന്നതിന് മുമ്പ് കണ്ണൻ്റെ കാർ മുന്നോട്ട് പോയിരുന്നു. അവർ നേരെ രേവതിയുടെ വീട്ടിലേക്കാണ് പോയത്. വീടിന് മുമ്പിൽ കാർ എത്തിയതും പാർവണ കാറിൽ നിന്നും ചാടിയിറങ്ങി അകത്തേക്ക് ഓടി. പിന്നിലായി രേവതി കണ്ണനെയും വിളിച്ചകത്തേക്ക് നടന്നു. അവരിരുവരും അകത്തേക്ക് കയറിയപ്പോൾ ഡൈനിങ് ടേബിളിലിരുന്ന് എന്തോ കഴിക്കുന്ന പാർവണിയാണ് കണ്ടത്. നിന്റെ വയറ്റിൽ വല്ല കോഴിക്കുഞ്ഞുണ്ടാ? കുറച്ചു മുമ്പ് റെസ്റ്റോറൻറ്റിൽ നിന്ന് 2 മസാല ദോശ കയറ്റിയതല്ലേ ഉള്ളോ? കണ്ണൻ അവളെ നോക്കി ചോദിച്ചു. അതിനിപ്പോൾ എന്താ? മസാല ദോശ കഴിച്ചു എന്ന് വെച്ച് പഴംപൊരി കഴിക്കാൻ പാടില്ല എന്നുണ്ടാ? അവൾ പഴംപൊരി കണ്ണനെ നേരെ വീശിക്കൊണ്ട് പറഞ്ഞു. ഇരിക്കു കണ്ണാ, രേവതി ചെയർ വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ട്രെയിൽ ചായയുമായി അമ്മ അവിടേക്ക് വന്നിരുന്നു. കണ്ണനെ കണ്ടതും അമ്മ മനസ്സിലാവാതെ രേവതിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. കണ്ണ, ഇതെൻ്റെ അമ്മ. അമ്മ, ഇത് കണ്ണൻ, ഞങ്ങളുടെ ഫ്രണ്ടാണ്. രേവതി അവരെ പരസ്പരം പരിചയപ്പെടുത്തി. കണ്ണൻ അമ്മയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അച്ഛനെവിടമ്മ? പഴംപൊരി കഴിക്കുന്നതിനിടയിൽ പാർവണി ചോദിച്ചു. അച്ഛൻ പാർട്ടി ഓഫീസിൽ പോയിരിക്കുക, വൈകുന്നേരം വരൂ. കണ്ണ, അച്ഛൻ കട്ട കമ്മ്യൂണിസ്റ്റാണ് കേട്ടാ. പാർവണ കൈപ്പൊക്കി ജയ് വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും അതെ, കണ്ണൻ ഒരു ചിരിയോടെ പറഞ്ഞു. രശ്മി എവിടമ്മ? രേവതി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏതോ ബുക്ക് വാങ്ങിക്കാൻ അവളുടെ അടുത്തുള്ള കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്, വരേണ്ട സമയമായിട്ടുണ്ട്. അമ്മ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ തുമ്പി, നേരം കുറേ ആവാറായി. കണ്ണൻ സമയം നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മ, എന്നാൽ ഞങ്ങൾ ഇറങ്ങാം. അച്ഛൻ വന്നാൽ ഞാൻ വന്നിരുന്നു എന്ന് പറയണട്ടാ. പാർവണ അമ്മയോട് ഓരോന്ന് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കണ്ണൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങിയതും ഗേറ്റ് കടന്ന ഒരു പെൺകുട്ടി അവിടേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു. പരിചയമില്ലാത്ത ഒരാളെ വീടിന് മുന്നിൽ കണ്ടതും അകത്തേക്ക് വന്ന രശ്മി ഒരു സംശയത്തോടെ കണ്ണനെ നോക്കി. രശ്മിയാണോ? കണ്ണൻ അവളെ നോക്കി പുഞ്ചിരിയോട് ചോദിച്ചു. അതെ, ആരാ? രശ്മി അത്ഭുതത്തോട് ചോദിച്ചു. ഞാൻ കണ്ണൻ, അല്ല ആർദ്രവ്, രേവതിയുടെ ഫ്രണ്ടാണ്. അപ്പോഴേക്കും പാർവണിയും രേവതി അമ്മയും പുറത്തേക്ക് വന്നിരുന്നു. ആ, നീ വന്നാ? രേവതി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എടി ചേച്ചി! അവൾ ഓടിച്ചെന്ന് രേവതിയെ കെട്ടിപ്പിടിച്ചു. നേരി കണ്ട കീരിയും പാമ്പുമാണ്, പക്ഷെ കുറച്ചു നാൾ കാണാതിരുന്ന പിന്നെ അടയും ചക്കരയും. അമ്മ അവരിരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പാർവണ അത് പറഞ്ഞ് വീട്ടിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി. എന്നാ പോകല്ലേ ഡിയർ കമ്രേഡ്? അവൻ കണ്ണൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. പോകാൻ സഖാത്തി, അവനും തിരിച്ച് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ സഖാത്തി ഒന്നല്ല, ദാ ഇവളാ നല്ല കട്ട കമ്മ്യൂണിസ്റ്റ്. പാർവണ രേവതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. കണ്ണൻ കാറിൽ കയറി കാറ് സ്റ്റാർട്ട് ചെയ്തും പാർവണ പുറത്തേക്ക് തലയിട്ടുകൊണ്ട് അവരെല്ലാവരെയും കൈവീശി കാണിച്ചു. ഡി തലകത്തേക്ക് ഇടുക, അല്ലെങ്കിൽ നാളെ നിന്റെ ഫ്ലെക്സ് അടിക്കേണ്ടി വരും. കണ്ണൻ അത് പറഞ്ഞു അവൾ വേഗം തല ഉള്ളിലേക്ക് ഇട്ടു. അവിടെ നിന്നും 15 മിനിറ്റ് ദൂരമേ പാർവണയുടെ വീട്ടിലേക്കുള്ളൂ. പാർവണ വീട്ടിലെത്തിയതും എല്ലാവരും അവളെ കാത്തിരിക്കുന്ന പോലെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആരോ? പാർവണ കാറിൽ നിന്ന് ചാടി ഇറങ്ങി മുറ്റത്തേക്ക് നിൽക്കുന്ന അനിയനെ വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും കണ്ണൻ കാറിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്നിരുന്നു. മോനെ, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവിടെ നിന്നും ഇവിടേക്ക് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ അവനെ നോക്കി ചോദിച്ചു. കുഴപ്പമില്ല, അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് വാ മോനെ. അച്ഛൻ അവനെ വിളിച്ച് അകത്തേക്ക് നടന്നു. ഇതെൻ്റെ വീടാണോ അതോ അവൻ്റെ വീടാണോ? ഞാൻ വന്നിട്ട് എന്നെ ആർക്കും മൈൻഡില്ലല്ലോ.
തന്നെ ശ്രദ്ധിക്കാതെ കണ്ണനെ കൂട്ടി അകത്തേക്ക് നടക്കുന്ന അച്ഛനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, വരുന്നുണ്ടെങ്കിൽ വാടി. ആരും അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. പിന്നാലെ അവളും. അമ്മ നേരെ അടുക്കളയിൽ പോയി കണ്ണനുള്ള ചായയും പലഹാരവും എടുക്കുമായിരുന്നു. ഒപ്പം പാർവണി അടുക്കളയിലേക്ക് നടന്നു. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹാളിലെ സെറ്റിയിലിരിക്കുന്ന കണ്ണൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്താ മോനെ? അത് പിന്നെ അച്ഛാ, അവളെ കല്യാണം ആലോചിച്ചതേ എനിക്ക് വേണ്ടിയാന്ന് തൽക്കാലം അവൾ അറിയണ്ട. സമയമാകുമ്പോൾ ഞാൻ തന്നെ അവളോട് എല്ലാം പറയാം. അവൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു. ശരി മോനെ, എല്ലാം മോൻ്റെ ഇഷ്ടം പോലെ. എന്ന് വെച്ചാൽ അധികം നീട്ടിക്കൊണ്ടതും പോകണ്ടാട്ടാ. ഇല്ല അച്ഛാ, ഇവളുടെ എക്സാം കഴിയുന്നവരെ, അത് കഴിഞ്ഞ് ഞാൻ തന്നെ അവളോട് പറഞ്ഞോളാം. അവൾക്ക് എതിർപ്പൊന്നും കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോഴേക്കും ചായയുമായി അമ്മ പിന്നിൽ പലഹാരവുമായി പാർവണി എത്തിയിരുന്നു. ദാ മോനെ, ചായ എടുക്ക്. അമ്മ അവന് ചായ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇതൊന്നും വേണ്ട അമ്മ, ഞാനിപ്പോൾ രേവതിയുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. അവൻ ചായ നിരസിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും കുറച്ച് കുടിക്കും മോനെ, അമ്മ വീണ്ടും നിർബന്ധിച്ചു. ഇങ്ങോട്ട് തന്നെ, മനുഷ്യൻ കുറേ നേരമായി ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി പിന്നാലെ നടക്കണു. പാർവണ ആ ചായ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. സമയാവാറായി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. കണ്ണൻ അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. സമയം സന്ധ്യയില്ലേ, ഈ സമയത്ത് ഇനി അത്രയും ദൂരം ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? അച്ഛൻ സംശയത്തോട് ചോദിച്ചു. സാരമില്ല അച്ഛാ, ഇപ്പം ഇറങ്ങിയ രാത്രി ആകുമ്പോഴേക്കും അവിടെ എത്താം. അത് പറഞ്ഞ് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. അവനെ യാത്രയാക്കാനായി പാർവണയും അവന് പിന്നാലെ നടന്നു. കണ്ണൻ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ സമയം പാർവണ കാറിൻ്റെ ഗ്ലാസ്സിൽ മുട്ടി വിളിച്ചതും അവൻ ഗ്ലാസ് പതിയെ താഴ്ത്തി. ഒരു സംശയം ചോദിക്കട്ടെ? പാർവണ ഇരു കൈകളും കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. എന്താടി? നീ ശരിക്കും നിൻ്റെ ഫ്രണ്ടിനെ കാണാൻ തന്നെയാണോ വന്നേ? അവൾ സംശയദൃഷ്ടിയോടെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ അതെ എന്ന് പറഞ്ഞ കള്ളായിപ്പോ. ഞാൻ നിങ്ങളിവിടേക്ക് ആക്കാൻ തന്നെ വന്നതാ. എന്നാൽ ഞാൻ പോട്ടെ. അത് പറഞ്ഞ് കണ്ണൻ വണ്ടി മുന്നോട്ടെടുത്തു. പാർവണയുടെ മറ്റു ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു അത്. പാർവണ ഒന്നും മനസ്സിലാവാതെ കുറച്ചു നേരം റോഡിൽ തന്നെ നിന്നു. ഇതെല്ലാം കണ്ണൻ തൻ്റെ കാറിൻ്റെ മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഒപ്പം അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഇനി കൊണ്ണനെങ്ങാനും ദേവുവിന് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ അവൻ എന്നോട് പറയില്ലേ? പക്ഷെ അന്ന് പറഞ്ഞത് എൻ്റെ ഹെൽപ്പ് വേണ്ടി വരുന്നല്ലേ. ഇനി അത് രേവതി ആയിരിക്കുമോ? വാ, എന്തെങ്കിലും ആവട്ടെ, അതപ്പം നോക്കാം. അത് പറഞ്ഞു പാർവണ നേരെ വീട്ടിലേക്ക് വന്നു. പാർവണ പോയതും രേവതി കുളിച്ച് ഫ്രഷായി സന്ധ്യാവിളക്ക് വെച്ചു. കുറേ കാലത്തിന് ശേഷം കൃഷ്ണശ്രുതി പാടിയപ്പോൾ അവൾക്കും മനസ്സിനെന്തോ വല്ലാത്ത ആശ്വാസം തോന്നി. ജോലി സ്ഥലത്താകുമ്പോൾ അതിനൊന്നും സമയം കിട്ടാറില്ല. വീട്ടിലുള്ള ദിവസം വൈകുന്നേരം വിളക്ക് വയ്ക്കുന്ന സമയത്ത് മുടങ്ങാതെ കൃഷ്ണശ്രുതി പാടിയുന്നത് തൻ്റെ ശീലമായിരുന്നു. എടി ചേച്ചി, നീ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? രശ്മി രേവതിയുടെ ബാഗിനുള്ളിൽ തപ്പിക്കൊണ്ട് ചോദിച്ചു. നിനക്കെന്ത് കൊണ്ടുവരാൻ? അവളെ ദേഷ്യം പിടിപ്പിക്കാനായി രേവതി പറഞ്ഞു. ഓ, അല്ലെങ്കിലും നിനക്ക് പെന്നോടൊരു സ്നേഹമില്ല. അവൾ ദേഷ്യത്തോടെ എണീറ്റ് പോവാൻ നിന്നതും രേവതി അവളെ തടഞ്ഞു നിർത്തി. തൻ്റെ ബാഗിൽ നിന്നൊരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അതൊരു സാരിയായിരുന്നു. റോസ് കളറിൽ ഗോൾഡൻ കളർ കരയുള്ള നല്ല ഭംഗിയുള്ളൊരു സാരി. നല്ല രസമുണ്ടല്ലോ. നിനക്ക് ഇത്രയൊക്കെ സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്ന? രശ്മി ആ ഡ്രസ്സ് തൻ്റെ മേൽ വെച്ച് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് ഞാൻ സെലക്ട് ചെയ്തല്ല, കണ്ണൻ്റെ സെലക്ഷനാണ്. നിനക്കും എനിക്കും തുമ്പിക്കും ഒരേപോലത്തെ സാരി. നിനക്ക് റോസ്, എനിക്ക് ബ്ലാക്ക്, തുമ്പിക്ക് നീല. അവൾ തൻ്റെ സാരി കവറിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു. എന്തായാലും നന്നായിട്ടുണ്ട്, ചേട്ടന് നന്നായി സെലക്ട് ചെയ്യാനറിയാം. രശ്മി സാരിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ പോന്നു? എളുപ്പമല്ലേ? കുഴപ്പമില്ല, അടുത്ത മാസം എക്സാം ഉണ്ടാവും. അടുത്ത മാസമാണ് എക്സാം? തുമ്പിക്കുണ്ട് സപ്ലൈ എക്സാം. മിക്കവാറും എൻ്റെ പഠിപ്പ് കഴിഞ്ഞ് ഞാൻ നേഴ്സായാലും നീ നേഴ്സാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ ചേച്ചിയെ.
നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ എക്സാമിൽ എന്തായാലും തുമ്പി പാസ്സാവും. പിന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ 2 വർഷത്തെ ബോണ്ടുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ എന്തായാലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് കയറാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഇത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് വരാട്ടാ. അത് പറഞ്ഞ് അവൾ കവറുമായി അമ്മയുടെ അരികിലേക്ക് നടന്നു. രേവതി നേരെ ബെഡിലേക്ക് കടന്നു. ഇന്ന് ശനിയാഴ്ച. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാളെ രേവസാറിനെ കാണാൻ പറ്റുള്ളൂ. അതോർത്തപ്പോൾ രേവതിയുടെ മനസ്സിന് എന്തോ ഒരു സങ്കടം. അവളുടെ മനസ്സിലേക്ക് ദേവയെ കണ്ടപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓടിയെത്തി. അവൾ കണ്ണുകൾ അടച്ച് കിടന്നു. ദേവ, നീ കഴിക്കാൻ വരുന്നില്ലേ? അമ്മ റൂമിലിരിക്കുന്ന ദേവിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പം വരാം അമ്മ. അത് പറഞ്ഞ് അവൻ നേരെ ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദേവയും ശിവയും വീട്ടിലേക്ക് വരുമായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ പോയി ചില ഫയലുകളെല്ലാം എടുത്ത് അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. ഗസ്റ്റ് ഹൗസിൽ പോകുമ്പോഴാണ് പാർവണിയും രേവതിയും കണ്ടിരുന്നത്. ദേവ ഡൈനിങ് ഹാളിലെത്തുമ്പോൾ അവനെ കാത്ത് അമ്മയും ശിവയും ഇരിക്കുന്നുണ്ടായിരുന്നു. ദേവ കൂടി വന്നത് അമ്മ ഫുഡ് വിളമ്പി. ശിവ രാത്രി മാത്രമേ സാധാരണ ഫുഡ് കഴിക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ എപ്പോഴും മാക്രോണിയും ചീസും ബീനും അങ്ങനെ പോലെയുള്ള വെസ്റ്റേൺ ഫുഡാണ് കഴിക്കുക. അമ്മ ഇരുവർക്കും ചോറ് വിളമ്പിക്കൊണ്ട് അവരുടെ അരികിലിരുന്നു. അമ്മ എന്താ കഴിക്കണില്ലേ? ശിവ കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമ്മ എപ്പോഴും അങ്ങനെയായിരുന്നു. അച്ഛനുള്ളപ്പോൾ അച്ഛൻ കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റിൽ മാത്രമേ അമ്മ കഴിക്കാറുള്ളൂ. പെട്ടെന്നുള്ള അച്ഛൻ്റെ വേർപാട് അമ്മയ്ക്കും വലിയൊരു ഷോക്കായിരുന്നു. ദേവ, അമ്മ സീരിയസ് ആയി ഒരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് അവന് മനസ്സിലായി. എന്തമ്മ? അവൻ ചോദിച്ചു. നീ നമ്മുടെ രാജീവേട്ടൻ്റെ മകൾ അനന്യയെ കണ്ടിട്ടില്ലേ? ആ, കണ്ടിട്ടുണ്ടല്ലോ. ആ മെലിഞ്ഞ് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തൊരു പെൺകുട്ടിയല്ലേ? ബാംഗ്ലൂരിലെങ്ങോ പഠിക്കണേ? ദേവ സംശയത്തോടെ ചോദിച്ചു. അല്ല, അത് 2ാമത്തെ മോളാണ്. ഞാൻ പറയുന്ന മൂത്ത മോളെക്കുറിച്ചാ. നല്ല കുട്ടിയാ. നമ്മുടെ രാജീവേട്ടന് 2 മക്കളാണ്. മൂത്ത മകൾ അനന്യ, 2ാമത്തെ അനുദ്യ. രാജീവേട്ടൻ നിനക്ക് വേണ്ടി അനന്യ ഒന്ന് ആലോചിക്കണമെന്നുണ്ട്. ഒപ്പം അനുദ്യയെ ശിവയ്ക്കും. അമ്മ അത് പറഞ്ഞു നിർത്തിയതും ഒരു കുപ്പി ഗ്ലാസ് താഴെ വീണതും ഒരുമിച്ചായിരുന്നു. ശിവ, നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ ഒരിക്കലും കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കില്ല. പിന്നെ അനുദ്യയെ നിനക്ക് വേണ്ടി ആലോചിക്കാനും എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ അനന്യ, അവൾ നല്ല കുട്ടിയാ. നിനക്ക് നന്നായി ചേരും ദേവ. ഞാൻ രാജീവേട്ടനോടൊന്ന് സംസാരിക്കട്ടെ. അമ്മ പ്രതീക്ഷയോടെ ദേവിയെ നോക്കി. എന്നാൽ അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തി. ദേവ, ഞാൻ നിന്നോടാ ചോദിക്കണേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് പറഞ്ഞ് ദേവ കഴിക്കൽ നിർത്തി എഴുന്നേറ്റ് പോയി. അവൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ട അമ്മ ശിവയെ നോക്കി. അവനൊരു കുട്ടിയെ ഇഷ്ടമാണമ്മ. ഞങ്ങളുടെ കമ്പനിയിലെ തന്നെ സ്റ്റാഫാണ്. പേര് രേവതി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ശിവ മുഖവരൊന്നുമില്ലാതെ അമ്മോട് പറഞ്ഞു. ദേവക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് നടത്താം. ആ കുട്ടിയുടെ വീട് എവിടെയാ? നമുക്ക് ചെന്ന് വീട്ടുകാരോട് സംസാരിച്ചാലോ? അമ്മ ശിവയെ നോക്കി ചോദിച്ചു. തിരക്കൊന്നും വേണ്ടമ്മ. ആദ്യം ആ കുട്ടിയുടെ മനസ്സിലെന്താണെന്ന് അറിയട്ടെ. അതിനുശേഷം നമുക്ക് വീട്ടുകാരോട് സംസാരിക്കാം. അവൻ്റെ ഇഷ്ടം ഇതുവരെ അവൻ ആ കുട്ടിയോട് തുറന്നു പറഞ്ഞിട്ടില്ല. ആദ്യം അവളുടെ പ്രതികരണം അറിയട്ടെ, എന്നിട്ട് മതി ബാക്കി കാര്യം. അത് പറഞ്ഞ് ശിവ കൈ കഴുകി. ശേഷം താൻ എറിഞ്ഞു പൊട്ടിച്ച കുപ്പി ഗ്ലാസിൻ്റെ ചില്ലുകൾ താഴെ നിന്നും പെറുക്കിയെടുക്കാൻ തുടങ്ങി. വേണ്ട മോനെ, അതൊക്കെ ഞാൻ ചെയ്തോണ്ട്, അമ്മ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ അത് കേൾക്കാതെ കുപ്പിച്ചില്ലുകളെല്ലാം പെറുക്കിയെടുത്തു അവിടെ വൃത്തിയാക്കി. ശേഷം അവൻ നേരെ പോയത് രാമച്ചൻ്റെ മുറിയിലേക്കാണ്. മുറിയിലേക്ക് കയറി വന്ന ശിവയെ കണ്ടത് രാമച്ചൻ്റെ കണ്ണുകൾ വിടർന്നു. തൊട്ടടുത്തായി ഒരു ഹോം നേഴ്സ് ഇരിക്കുന്നുണ്ട്. മരുന്ന് കൊടുത്താ? ശിവ ഹോം നേഴ്സിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കൊടുത്തു. പക്ഷെ ഇപ്പോൾ കൊടുക്കുന്ന ടാബ്ലറ്റിന് കുറച്ച് ഡോസ് കൂടുതലാണെന്ന് തോന്നുന്നു. സാറിന് എന്തോ അത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത, ഹോം നേഴ്സ് സംശയത്തോടെ പറഞ്ഞു. അത് കേട്ട് ശിവ രാമച്ചന് കൊടുത്ത ടാബ്ലറ്റ് എടുത്തു നോക്കി. ശേഷം
സൈഡിലുള്ള ബോർഡിൽ നിന്നും ടാബ്ലറ്റുകളുടെ പാക്കറ്റിൽ നിന്നും ഒരു ടാബ്ലറ്റ് എടുത്ത് ഹോം നഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു. ഈ ടാബ്ലറ്റ് ഡോസ് കുറവാണ്, 4 മണിക്കൂർ ഇടവിട്ടിട്ട് കൊടുത്താൽ മതി. അത് പറഞ്ഞ് അവൻ നേരെ രാമച്ചൻ്റെ അരികിലിരുന്നു. ശേഷം അച്ഛൻ്റെ കൈകളെടുത്ത് തൻ്റെ കൈകളിൽ വെച്ച് അവൻ കിടന്നു. കുറേ നേരം അവൻ അങ്ങനെ കിടന്നു. രാമച്ചൻ ഉറങ്ങിയെന്ന് കണ്ടതും അവൻ പതിയെ തൻ്റെ കൈകളിൽ നിന്നും രാമച്ചൻ്റെ കൈകളെടുത്തു വെച്ചു. ശേഷം മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതേ സമയം ദേവ ഫോണും കയ്യിൽ പിടിച്ച് ബാൽക്കണിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വിളിക്കണ വേണ്ട, ഈ സമയത്ത് വെറുതെ വിളിച്ച് എന്തെങ്കിലും കരുതിയാലോ? അവൻ ഡയൽ ചെയ്ത നമ്പർ കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാലോ? വിളിക്കാതെ എനിക്ക് എന്തായാലും ഓർമ്മ വരില്ല. അവനാകെ ആശയക്കുഴപ്പത്തിലായി. ശേഷം മനസ്സിൽ എന്തോ ഉറപ്പിച്ച് അവൻ രേവതി എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. ഓരോന്നാലോചിച്ച് രേവതി ഉറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ റിങ് കേട്ടിരുന്നില്ല. ഡി ചേച്ചി, നിന്നാരോ വിളിക്കണു? രശ്മി ഫോൺ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു. ആരത്? അവൾ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു. ദേവസാറ്. രശ്മി ഡിസ്പ്ലേയിലുള്ള പേര് നോക്കി വായിച്ചു. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവരും കാത്തിരിക്കണം, കമൻറ്റ് ഇടണം. ബൈ, താങ്ക് യു.